നമസ്കാരം. ഇതാണോ നിങ്ങളുടെ നവോത്ഥാനം? ശബരിമല അയ്യപ്പന്റെ കാശും സ്വർണവും കട്ടുമുടിച്ചത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഭക്തർക്ക് കൊടുക്കാനുള്ള അപ്പവും അരവണയും വരെ കടത്തിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഈ അരിവാൾ ദേവസ്വം ബോർഡ് അധപ്പതിച്ചിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ ഭക്തരെ പറ്റിക്കാൻ ഇതിലും വലിയൊരു പണ്ടാരമടങ്ങിയ പരിപാടി വേറെ സ്വപ്നങ്ങളിൽ മാത്രം. 5100 ടിൻ അരവണ വിതരണത്തിനെത്തിച്ചിട്ട് കണക്ക് ചോദിക്കുമ്പോൾ കയ്യിലുള്ളത് വെറും 390 എണ്ണത്തിന്റെ റെക്കോർഡ് മാത്രം. ബാക്കി 5000-ഓളം ടിൻ അരവണയും 10,000-കണക്കിന് ഉണ്ണിയപ്പവും ഏത് ഉദ്യോഗസ്ഥന്റെ അടുക്കളയിലേക്കാണ് കെട്ടിപ്പേറിയത്? അതോ CPM ഓഫീസുകളിൽ വിതരണം ചെയ്യാൻ മാറ്റിവെച്ചതാണോ? അയ്യപ്പന്റെ പ്രസാദത്തിൽ പോലും കൈയിട്ട് വരുന്ന നരാധമന്മാർ, അല്ലാതെ എന്തു പറയാൻ. പമ്പയിൽ നിന്ന് 1100 ടിൻ അരവണയും അത്രയും തന്നെ ഉണ്ണിയപ്പവും നെയ്യും വിഭൂതിയും ഒക്കെ പാക്ക് ചെയ്തെത്തിച്ചത് ഭക്തർക്ക് വേണ്ടിയാണ്. പക്ഷേ അവിടെ നടന്നത് സമാനതകളില്ലാത്ത വെട്ടിപ്പാണ്. വിജിലൻസ് റിപ്പോർട്ട് പറയുന്നത് കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. വെറും 300 പേർക്ക് മാത്രമാണ് പ്രസാദം കൊടുത്തത്. ബാക്കി 4900 കിറ്റുകൾ ഉന്നത ഉദ്യോഗസ്ഥരും ദേവസ്വം ജീവനക്കാരും ചേർന്ന് അടിച്ചുകൊണ്ട് പോയി. ഭക്തർ തരുന്ന പണം കൊണ്ട് സുഖിച്ച് ജീവിക്കുന്ന ഈ സർക്കാർ പുങ്കവന്മാർക്ക് അയ്യപ്പന്റെ പ്രസാദം പോലും ഇപ്പോൾ കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ചരക്കായി മാറി. എത്ര വലിയ നെറികേടാണ് ഈ കാണിക്കുന്നത്! ഒരു ഉളുപ്പുമില്ലാതെ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ കുറെ അടിമകളും. ഭക്തർ ഭഗവാന് കൊടുക്കുന്ന തങ്കവും സ്വർണവും തൂക്കം നോക്കിയാൽ പകുതിയും കാണാനില്ല. ഓഡിറ്റിംഗ് റിപ്പോർട്ട് ചോദിച്ചാൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു മുങ്ങും. ക്ഷേത്രത്തിലെ പണം കൊള്ളയടിച്ച് സർക്കാർ ഖജനാവ് നിറയ്ക്കും. പക്ഷെ ആ പണം കൊടുക്കുന്ന ഭക്തന് വിതരണം ചെയ്യേണ്ട പ്രസാദം മോഷ്ടിക്കുന്നത് പച്ചയായ വിശ്വാസവഞ്ചനയാണ്. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ മാത്രം പിടിച്ചെടുത്ത് ഭരിക്കാൻ കാണിക്കുന്ന ഈ ആവേശം അവിടുത്തെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് ഈ നിരീശ്വരവാദികൾക്കുണ്ടാകുന്നില്ല? ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അല്ലാതെ ഇത്രയും വലിയൊരു കൊള്ള നടക്കില്ലെന്ന് ആർക്കും അറിയാം. കൊണ്ടുവന്ന സാധനങ്ങൾക്ക് കണക്കില്ല, കൊടുത്തതിന് രേഖയില്ല, തിരിച്ചു കൊണ്ടുപോയതിന് അഡ്രസ്സുമില്ല. ഇതാണോ നിങ്ങളുടെ ഭരണം? വിശ്വാസികളെ ലാത്തി കൊണ്ട് തല്ലിച്ചതയ്ക്കാനും ആചാരങ്ങൾ ലംഘിക്കാനും കാണിച്ച ആ ആവേശത്തിന്റെ 10-1 അഴിമതി തടയാൻ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. പ്രസാദ വിതരണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിച്ചു എന്ന് പറഞ്ഞ് കണ്ണുകെട്ടണ്ട. അവന്മാരെ പിടിച്ച് ജയിലിലിടുകയാണ് വേണ്ടത്. അയ്യപ്പന്റെ നടയിൽ ഭക്തർ സമർപ്പിക്കുന്ന ഓരോ നാണയത്തുട്ടിലും അവരുടെ വിയർപ്പുണ്ട്, കണ്ണീരുണ്ട്. അത് കട്ടുമുടിക്കുന്നവന് സമാധാനം ഒരിക്കലും കിട്ടില്ല. ദേവസ്വം ബോർഡിനെ ഒരു രാഷ്ട്രീയ പുനരധിവാസ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ സർക്കാർ. ഭക്തരുടെ പണം കൊണ്ട് സുഖവാസം നടത്തുന്ന ഇക്കൂട്ടർക്ക് അയ്യപ്പന്റെ മണ്ണിൽ എന്ത് സ്ഥാനം? ഈ അരവണ വെട്ടിപ്പിന് പിന്നിലുള്ള ഓരോ കള്ളന്മാരെയും പുറത്തു കൊണ്ട് വരുന്നത് വരെ വിശ്വാസികൾ അടങ്ങില്ല. സ്വർണ്ണ കൊള്ളയായാലും പ്രസാദ വെട്ടിപ്പായാലും ഹൈന്ദവ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഈ സർക്കാരിന്റെ അന്ത്യം ഈ മണ്ണിൽ തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.